നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ജീവിക്കുക. മറ്റുള്ളവർ എന്തും പറയട്ടെ. ജീവിതം നിങ്ങളുടേതാണ്. ഒരു മനുഷ്യനെ ഭ്രാന്തനാക്കാനും ഭ്രാന്തനെ മനുഷ്യനാക്കാനും കഴിയുന്ന ഒന്നേയുള്ളൂ ഈ ലോകത്ത്. അത് സ്നേഹം മാത്രമാണ്. ഈ ലോകത്തിൽ മറ്റുള്ളവരെ അതിയായി സ്നേഹിച്ച് ഒരുപാട് വിഷമിച്ചവരുണ്ട്. പ്രിയപ്പെട്ടവർക്കായി ജീവിതം പകുത്തു നൽകിയപ്പോൾ തനിക്കായി ജീവിക്കാൻ മറന്നുപോയവർ. തിരിഞ്ഞു നടക്കുമ്പോൾ തിരക്കി വരുവാനായി പോലും ആരും ഇല്ലാതായിപ്പോയവർ. ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കുവാൻ പോലും ആരും ഇല്ലാത്തവർ. തനിക്കായി ഒന്നും തന്നെ മാറ്റിവെക്കാത്തവർ. സ്നേഹിക്കുന്നവർക്കായി എന്തെല്ലാം നൽകിയാലും അവസാനം നിങ്ങൾ ഞങ്ങൾക്കു വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യം മാത്രം അവശേഷിപ്പിച്ചവർ. സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെച്ച് പലപ്പോഴും സ്നേഹിക്കുന്നവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകിയവർ. അമിതമായി ഈശ്വരഭക്തി കാണിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നവരെ സൂക്ഷിക്കുക. അവരുടെ ഉള്ളിൽ ഒരിക്കലും ദൈവം ഉണ്ടാകില്ല. കാരണം വാക്കുകൾ അല്ല, പ്രവൃത്തിയാണ് ശരിയായ ഭക്തി. നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലായിരിക്കാം, എന്നാൽ ഓടുക. ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക. നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക. പക്ഷേ ചെയ്യുന്നത് എന്തു തന്നെയായാലും മുന്നോട്ടു തന്നെ നീങ്ങുക. ബന്ധങ്ങൾ എന്നും വിലപ്പെട്ടതാണ്. പക്ഷേ എല്ലാവരിൽ നിന്നും അത് പ്രതീക്ഷിക്കരുത്. കാരണം വളരെ കുറച്ചു പേർക്കു മാത്രമേ അതിൻ്റെ വിലയറിയൂ. നിങ്ങളുടെ ഉയർച്ച ഇഷ്ടപ്പെടാത്തവർക്ക് മുന്നിൽ അവരെക്കാൾ നന്നായി ജീവിക്കുക എന്നതാണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മറുപടി. ജീവിതം ആരുടെ മുന്നിലും തോൽക്കാനുള്ളതല്ല. ആർക്കു വേണ്ടിയും അവസാനിപ്പിക്കാനുള്ളതല്ല. ജീവിക്കണം നമുക്ക് വേണ്ടി, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. ജീവിതത്തിൽ ഏത് വെല്ലുവിളിക്കും എതിരെയുള്ള അത്യന്തികമായ ആയുധമാണ് മനസ്സ്. വളർത്താനല്ല, തളർത്താനാണ് പലർക്കും താൽപ്പര്യം. തളരരുത്, പറക്കണം ചിറകു വിരിച്ച് സ്വപ്നങ്ങൾ നേടിയെടുക്കും വരെ. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തുക. അല്ലാതെ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നിങ്ങളുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും വഴിവെക്കില്ല. ആത്മാഭിമാനം പണയം വെക്കരുത്. അതിനെ അഹങ്കാരമെന്ന് വിളിച്ചോട്ടെ. ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാത്തതും കിട്ടിയവർക്ക് വിലയില്ലാത്തതുമായ ഒന്നാണ് സ്നേഹം. ചില മനുഷ്യർ തളർന്നു പോയാൽ പിന്നെ അങ്ങനെയാണ്. ഒന്നിനോടും അവർക്ക് താൽപ്പര്യം കാണില്ല, ജീവിതത്തോട് പോലും. ദുർഘടമായ വഴികൾ പലപ്പോഴും മനോഹരമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. പരിഗണനയില്ലെങ്കിൽ പിന്നെ പരിചരിച്ച് നിൽക്കരുത്. അതിൽ നിന്ന് കിട്ടുന്ന പ്രഹരത്തിന് വേദന കൂടുതലായിരിക്കും.